മനഃശാന്തിയും മനഃശക്തിയും സന്തോഷവും നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പത്തനംതിട്ട സൗജന്യ രാജയോഗ മെഡിറ്റേഷൻ ക്ലാസുകൾ. ഇത് ശ്രീനാരായണൻ ശ്രീലക്ഷ്മി. നമ്മൾ ഇതുപോലെ ആകാൻ വേണ്ടിയാണ് ഈ ജ്ഞാനം തരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ആകണമെങ്കിൽ നമ്മൾ ആരാണെന്നുള്ള ആദ്യം മനസ്സിലാക്കും. നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്ത് പറഞ്ഞു? നമ്മളാരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങളുടെ പേര് പറയും. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് പറയും, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പേര് പറയും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര്. നമ്മൾക്കറിയും ഇത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കിട്ടുന്നതാണ്. ഇതിന് മുമ്പ് നമ്മളുണ്ട്, ഇനി ഇതൊക്കെ പോയാലും നമ്മളുണ്ട്. അപ്പം നമ്മളൊരു ജീവാത്മാവാണ്. അതാണ് സത്യം. ആ ജീവാത്മാവാണ് മനസ്സിലാക്കി പരമാത്മാവിനെ നമ്മൾ ഓർക്കണം. പരമാത്മാവെന്ന് പറയുന്നതാണ് ഭഗവാൻ, അച്ഛൻ. നമ്മൾ അച്ഛൻ ഈ ലോകത്തുള്ള എല്ലാ ആത്മാവിനും അച്ഛൻ പരമാത്മാവ്. അപ്പം നമ്മുടെ ഈ ശരീരം ഒരു കാറാണെന്ന് വിചാരിച്ചവരാണെങ്കിൽ ഈ കാറിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഡ്രൈവർ വേണം. ആ ഡ്രൈവറാണ് ആത്മാവ്. ഇവിടാണ് ഇരിക്കുന്നത്. ആ ആത്മാവാണ് നമ്മുടെ ശരീരത്തിൽ ഡ്രൈവർ. ആ ഡ്രൈവർ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം അനങ്ങത്തുള്ളൂ. ഇപ്പം എന്നെക്കൊണ്ട് ഇത് പറയിരിക്കുന്നത്, ഇത് കേൾക്കുന്നത്, കാണുന്നത് എല്ലാം ആത്മാവാണ്. ഇത് അല്ല, ഈ ആത്മാവ് ലോകത്തിനകമാകുമ്പോൾ നമ്മളെന്താ മരിച്ചു. അപ്പം അതാണ് ഈ ആത്മാവിലാണ് ഈ പവിത്രത, ശക്തി, ആനന്ദം, ജ്ഞാനം ഇങ്ങനെയുള്ള 7 ഗുണങ്ങളാണ് ഈ സംസ്കാരം. ഇത് 3 ഇതിനകത്താണ് അടങ്ങിയിരിക്കുകയും ചെയ്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ മറ്റു പാർട്സ് എല്ലാം കിട്ടും. മനസ്സ്, ബുദ്ധി എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതെവിടെയാണ് ഞാൻ പണ്ട് ചിന്തിക്കുന്നതാണ്. ഇപ്പം ഇത് മനസ്സിലായപ്പോഴാണ് ഈ ആത്മാവിലാണ്. അതാണ് പതിത ഭാവന വരൂ എന്ന ഭഗവനെ നമ്മൾ വിളിക്കുന്നില്ലേ. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഗീതാജ്ഞാനം പറയുന്നത് നമ്മുടെ ശരീരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാനും മരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആത്മാവ് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക. ഈ മരണ സമയത്ത് ഈ ആത്മാവിനകത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പുണ്യപാപങ്ങളുടെ ആ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പോകുന്നത്. അതാണ് ഈ മനസ്സ്, സംസ്കാരം, മനസ്സ്, ബുദ്ധി, സംസ്കാരം ഈ ആത്മാവിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നാം ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആയി പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുഞ്ഞായിട്ട് ജനിക്കുക. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലം അനുസരിച്ചാണ് നമുക്ക് അടുത്ത ജന്മം കിട്ടുന്നത്. നല്ല കർമ്മം ചെയ്ത് പോയ ഒരു ആത്മാവിന് നല്ലൊരു വീട്ടിൽ ചെന്ന് നല്ലൊരു അമ്മയുടെ ഗർഭത്തിൽ നല്ലൊരു അച്ഛൻ്റെയും കുട്ടിയായിട്ട് ജനിച്ച് നല്ലൊരു കുടുംബത്തിൽ സമൃദ്ധമായിട്ട് അവൻ വളരും. അതാണ് ഇപ്പം മനുഷ്യജന്മം മാത്രമേ പിന്നെ മരിച്ചാൽ ഉണ്ടാകത്തുള്ളൂ. ചിലർ പറയാട്ടെ രുചിയായി ഒക്കെ ജനിച്ച് കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. നമ്മൾ അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴം കിട്ടുമോ? ഇല്ല. മനുഷ്യനായിട്ടേ ജനിക്കത്തുള്ളൂ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞാൽ ഇത് മറ്റേത് പഠിച്ചെങ്കിലേ ഇത് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശിവൻ. ഈ ലോകത്തിൻ്റെ എല്ലാ നാഥനായിട്ടുള്ള ഭഗവാൻ, അച്ഛൻ, നമ്മുടെ എല്ലാ അച്ഛൻ എന്ന് പറയുന്നത് പരമപിതാവായ പരമാത്മാവാണ്. നമ്മൾ ആത്മാവാണ്, നമ്മളച്ഛൻ പരമാത്മാവ്. അപ്പം നമ്മൾ ആരാണ്? നമ്മൾ ശിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്തുവാ? അമ്പലത്തിൽ ശൂലവും പിടിച്ച് മാല ഫാമിലിയെ കഴുത്തിട്ട് അതല്ല ശിവൻ, അത് ശങ്കരനാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ എന്ന് പറയുന്ന 3 ദേവതകളും ഈ ശിവനെയാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. ഈ പരമമായ ശിവനെയാണ് അപ്പം ഈ ശിവനെ ആരാധിക്കുമ്പോഴാണ് നമ്മളിലോട്ട് ശക്തികൾ വരുന്നത്. ഈ ശിവന്റെ മഹിമകളാണ് എഴുതിയിരിക്കുന്ന മൊത്തം. സർവ്വദിവ്യങ്ങളുടെ സാഗരൻ, ആനന്ദത്തിൻ്റെ സാഗരൻ, ശാന്തിയുടെ സാഗരൻ, ജ്ഞാനത്തിൻ്റെ സാഗരൻ, എല്ലാത്തിൻ്റെയും കടലാണ് ഭഗവാൻ. അതിൽ നിന്ന് നമ്മൾ ഭഗവാനെ ഓർക്കുമ്പോൾ നമ്മൾ ആ കടലിൽ നിന്ന് ഓരോ തുള്ളി നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കും. ജ്ഞാനം, ശക്തി. ഇതെന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടിചക്രമാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടിചക്രം. ആദി സത്യയുഗം, അടുത്ത തന്നെ ആദി സത്യയുഗം. ഈ സത്യയുഗത്തിലാണ് ആ ദേവീദേവന്മാരായിട്ടുള്ളവരും ജനിച്ചിരുന്ന സമയം, ആ സത്യയുഗം. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ത്രേതായുഗം, അത് കഴിഞ്ഞ് ദ്വാപര വരുമ്പോൾ നമ്മളെല്ലാം താഴോട്ടാകും.
ആ താഴോട്ട് നമ്മുടെ ശക്തികളെല്ലാം കുറഞ്ഞു കുറഞ്ഞു കലിയുഗമായപ്പോഴത്തേക്ക് മുഴുവൻ ശക്തി മനുഷ്യനിൽ ഉള്ള ആ ശക്തി എന്താ കറുപ്പ് കണ്ടോ, കലിയുഗത്തിൻ്റെ കറുപ്പ് എന്താ കാണിക്കുന്നത്? ദുഃഖം. ഇപ്പം എല്ലാവർക്കും ദുഃഖമല്ലേ ഉള്ളൂ, അല്ലാതെ എന്തെങ്കിലും നല്ലതൊന്നുമില്ലല്ലോ. ഒരു കുടുംബത്തിൽ പോലും നോക്കിയോ ദുഃഖമില്ലാതെ ഉണ്ടോ? അപ്പോൾ ഇനി എന്താണ് ഇത്ര സമയമേ ഉള്ളൂ പിന്നെ തീരാൻ, കലിയുഗം തീരാൻ. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സത്യയുഗം വരും. ആ സത്യയുഗത്തിൽ വരണമെങ്കിൽ നമ്മൾ ഈ ജ്ഞാനം കേൾക്കണം. ഈ ജ്ഞാനം കേട്ടവർക്ക് മാത്രമേ ഈ സത്യയുഗത്തിൽ വരാൻ പറ്റത്തുള്ളൂ. അല്ലാത്തതെല്ലാം പോയാലും അടുത്ത ഈ സത്യയുഗത്തിൽ വരത്തില്ല, ഈ യുഗത്തിൽ വരത്തില്ല. ഈ യുഗത്തിലാണ് അവർ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ യുഗത്തിൽ വന്ന് ജനിക്കുന്നവരുണ്ട്. പാപകർമ്മങ്ങൾ ചെയ്ത് പോയ ആത്മാക്കൾ ഈ യുഗത്തിലെങ്ങും വരത്തില്ല. അങ്ങനെ അന്നേരം ഈ യുഗത്തിൽ നമ്മളൊരു രാജകൊട്ടാരത്തിൻ്റെ രാജാവിൻ്റെ രാജ്ഞിയുടെ ഒരു തോഴിയായിട്ടോ ഒരു തൂപ്പുകാരിയായിട്ടോ അലക്കുകാരിയായിട്ടോ ഒക്കെ വരണമെങ്കിൽ തന്നെ നമ്മൾ ഈ ജ്ഞാനം കേട്ടിരിക്കണം. എല്ലാവർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അതിനാണ് ഭഗവാൻ വന്ന് ഈ ജ്ഞാനം തരുന്നത്. എത്ര പേരെ വിളിച്ചാൽ ഇത് കേറത്തില്ല. ഇത് കേട്ടെങ്കിലല്ലേ അറിയും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മൾ ഇതാണ് രാജയോഗം എന്ന് പറയും. ഈ മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മെഡിറ്റേഷൻ നമ്മൾ ആത്മാവാണ്, നമ്മുടെ ഇവിടെ ഇരിക്കുകയാണ്, അത് ബിന്ദു സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുക. അപ്പോഴാണ് അച്ഛനിൽ നിന്നുള്ള ശക്തികൾ കണ്ടോ വരുന്നത്. ഈ ശക്തികൾ കിരണങ്ങളായിട്ട് വന്ന് നമ്മൾ ചാർജ് ചെയ്യും. ഈ ഫോൺ ഇവിടെ ഇരിക്കുകയാണ്. 50,000 രൂപയുടെ ഫോണാണെങ്കിലും ചാർജ് ഇല്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല എന്ന് പറയുന്നവരാണ്. നമ്മളിലോട്ട് ഈ ചാർജ് വന്നെങ്കിൽ ഈ ജ്ഞാനം ഇങ്ങനെയുള്ള ഈ ചാർജുകളെല്ലാം ഭഗവാനിൽ നിന്ന് ഈ കിരണങ്ങളായിട്ട് വന്ന് നമ്മൾ ശക്തി പ്രാപിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നല്ല ഒരു ജീവിതം നയിക്കാൻ പ്രാപ്തനാകുന്നത്. അപ്പം നമ്മൾ ആ മെഡിറ്റേഷനിലൂടെ അത് എടുക്കുമ്പോഴാണ് നമുക്ക് അഷ്ടശക്തികളിൽ നമ്മൾ നിറയുന്നത്. നമ്മൾ ഓരോ പിന്നെ ദേവീദേവന്മാർക്ക് 8 കൈയൊക്കെ കാണും ദേവികൾക്ക്. ആ 8 കൈയുള്ള ദേവിയൊന്നും ഇല്ല. അങ്ങനെ മനുഷ്യരോ എന്തുവാ കാണിച്ചിരിക്കുന്നത്? ആ 8 കൈകൾ എന്ന് പറയുന്നത് 8 ശക്തികളാണ്, അഷ്ടശക്തികളാണ്. അത് ഈ ഭഗവാനിൽ നിന്നും അഷ്ടശക്തികൾ നിറയുമ്പോൾ ഏതാണ് കാണിച്ചേക്കുന്നത്? ഓരോ കൈകളും ഓരോ ശക്തികളാണ്. ഇതിൻ്റെ പ്രതീകമായിട്ട് 8 കൈ കാണിച്ചേക്കുന്നത്. ആൾക്കാർക്ക് വല്ലതും അറിയാമോ? ഭഗവാൻ ദേവിക്ക് 8 കൈയുണ്ടെന്ന് വിചാരിക്കുന്നത്. 8 കൈയൊന്നും ദേവിക്കില്ല. അവനൊരു മനുഷ്യരൂപം ഇല്ല. രാവണന് പിന്നെ 10 തലയുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കഥയാണ്. അതിനകത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഉണ്ടായിട്ടില്ല. അർജുനന്റെ 5 കുതിരയെന്ന് പറയുന്നത് 5 ഇന്റർപ്രിട്ടേഷൻസ് ആണല്ലോ പറയുന്നത്. ശക്തികളാണ്. ആ ശക്തി എന്ന് പറയണമെങ്കിൽ ഇത് നമ്മൾ പ്രാപിച്ച് വന്നാൽ ഈ ഭഗവാനിൽ നിന്നുള്ള ശക്തി കിട്ടിയാലേ നമുക്കിതെല്ലാം കിട്ടത്തുള്ളൂ. അതാണ് നമുക്കിത് കഴിക്കണം. ഇത് എവിടെ വീട്? ബുധനൂർ. അവിടെ ഇല്ലേ തിരുവല്ല? അടുത്തുണ്ട്. അവിടെ സെന്റർ ഉണ്ടല്ലോ. സെന്ററുണ്ട്. സിസ്റ്ററിനോട് ചോദിച്ചാൽ ഞങ്ങൾ അടൂരാണ്. അവിടെ നിന്ന് ഇപ്പം ഇത് ഇവിടെ ഇങ്ങനെ അയക്കിയത്. അവിടെ നമ്മുടെ നല്ല സാമാരുണ്ട്. നമ്മളിത് ഒരു 7 ദിവസം ഓരോ മണിക്കൂർ ഒരു കോഴ്സുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ദിവസവും പിന്നെ കിട്ടും. നമ്മൾ ഇത് എന്തും വേണ്ട, നമ്മുടെ ഈ ഫോണിനകത്ത് അടിച്ചു നോക്കിയാൽ കിട്ടും. ബ്രഹ്മകുമാരീസ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ദിവസവും നമുക്ക് ഇതിൻ്റെ പ്രഭാഷണങ്ങൾ കിട്ടും. എല്ലാ പിന്നെ ബുക്കുകളുണ്ട്. പിന്നെ നമ്പർ ബുധനൂർ, ആലപ്പുഴയുണ്ട്. ആലപ്പുഴയുണ്ടല്ലേ? ബുധനൂരുള്ളവർക്കുണ്ടാകും. ബുധനൂർ ആലപ്പുഴയാണ്. ചെങ്ങന്നൂർ ഏതാ അടുത്ത്? ചെങ്ങന്നൂരാണോ അടുത്ത്? മാവേലിക്കരയാണോ അടുത്ത്? ആലപ്പുഴയാണോ അടുത്ത്? മാവേലിക്കരയ്ക്ക് പോകാം. ചെങ്ങന്നൂര് എപ്പോഴും ക്ലാസ് കാണത്തില്ല. ഒന്നില്ലെങ്കിൽ മാവേലിക്കര പോകണം, അല്ലെങ്കിൽ അടൂര് വരണം. ഇവിടെയൊക്കെയുണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. എല്ലാ ലോകത്തിൻ്റെ എല്ലാ വേൾഡിലും ഉണ്ട്. വേൾഡിലെല്ലാം ഉണ്ട്. അമേരിക്ക, ലണ്ടൻ, എല്ലാ സ്ഥലത്തും ഇവിടെ വ്യാപിച്ച് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. വേണ്ട ഡീറ്റെയിൽസ് അവർ തന്നോ. ഓക്കെ, താങ്ക് യു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പത്തനംതിട്ട സൗജന്യ രാജയോഗ മെഡിറ്റേഷൻ ക്ലാസ് ബന്ധപ്പെടുക.